കേരളത്തിലേക്ക് വിദേശത്ത് നിന്ന് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയ കേസിൽ മുഖ്യ സൂത്രധാരൻ പിടിയിലായിരിക്കുകയാണ്. പാലക്കാട് സ്വദേശി അബു താഹിറിനെ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയത്. തായ്ലൻഡിൽ നിന്ന് റാക്കറ്റിനെ നിയന്ത്രിച്ചിരുന്നത് അബു താഹിറാണ്. പെരുമ്പാവൂരിലെ 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ 6 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിതിൻ, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ കണ്ടെത്തലുകൾ നടന്നിരിക്കുന്നത്? ഈ പ്രതിയുമായി ബന്ധപ്പെട്ട ഇയാളുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എന്താണ് നിതിൻ? ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ അറസ്റ്റ് പിടികൂടിയിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നാണ് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട മുഖ്യ സൂത്രധാരൻ അബു താഹിറിനെ പിടികൂടിയിരിക്കുന്നത്. ഇയാളാണ് തായ്ലാന്റിൽ നിന്ന് ഈ റാക്കറ്റിനെ നിയന്ത്രിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ഈ അറസ്റ്റ് ഉൾപ്പെടെ ഏതാണ്ട് ഇപ്പോൾ 7 പേരെ പിടികൂടിയിട്ടുണ്ട്. 4 പേരെ ഇന്നലെ പിടികൂടിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റിനെയാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, പാലക്കാട് ഒറ്റപ്പാലം സ്വദേശികളായ ഹരികൃഷ്ണൻ, പ്രസ്ജിത്ത്, അതോടൊപ്പം തന്നെ ശ്രീജേഷ്, സഞ്ജയ് എന്നിവരെയാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടായി എന്ന വിവരം പോലീസ് പങ്കുവയ്ക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യ പ്രതിയായിട്ടുള്ള ഈ സൂത്രധാരൻ അബു താഹിറിനെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിൽ വലിയ ശൃംഖല ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. കാരണം ആ നിലയിലായിരുന്നു ഈ ലഹരി സംഘത്തിന്റെ എല്ലാം തന്നെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. വിദേശത്തടക്കം ഈ ലഹരി എത്തിക്കുകയായിരുന്നു ഇവരുടെ പതിവ്. ഇതിൽ ഹരികൃഷ്ണൻ എന്ന ആളാണ് ഈ ആളുകളെ വിദേശത്തേക്ക് എത്തിക്കുകയും വിസിറ്റിംഗ് വിസയിൽ വിദേശത്തേക്ക് എത്തിക്കുകയും അതിനുശേഷം ഇതിന്റെ ഈ ലഹരി മാഫിയുടെ കണ്ണിയായി തന്നെ ഇവരെ പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഈ സംഘത്തിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ പെരുമ്പാവൂരിൽ വെച്ച് ഏതാണ്ട് 18 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണ് പോലീസിന്റെ ഭാഗത്തും ഉണ്ടായത്. സംസ്ഥാനത്തിന് ഏറ്റവും വലിയൊരു കഞ്ചാവ് വേട്ടയാണ് സമീപകാലത്ത് ഉണ്ടായത്. ആയുഷ് എന്ന ആളെ പോലീസ് ആദ്യം സ്കൂട്ടർ പരിശോധിക്കുന്നു. അതിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്നു. പിന്നീട് ഇയാൾ താമസിച്ച ഫ്ളാറ്റിൽ പരിശോധിച്ചപ്പോഴാണ് സംസ്ഥാനത്തിന് ഏറ്റവും വലിയ ഒരു ലഹരി വേട്ട ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിൽ വലിയ ശൃംഖല ഉണ്ടെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നതും പിന്നീട് കൂടുതൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതും. എന്തായാലും ഏറെ നാളുകളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. അതിനുശേഷമാണ് പോലീസിന്റെ ഭാഗത്തും ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ആ നിലയിലാണ് ഇതിൽ വിദേശ ബന്ധമൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം തായ്ലാൻഡിൽ ഉൾപ്പെടെ ഈ ലഹരി ഇവിടെ എത്തിച്ചുകൊണ്ടായിരുന്നു ഇവർ ഇവിടെ ഈ കച്ചവടം നടത്തിയത്. അങ്ങനെ വലിയൊരു ശൃംഖലയെ തന്നെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി തന്നെ പിടികൂടാൻ സാധിച്ചു എന്നത് പോലീസ് സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കൂടുതൽ പേരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ലക്ഷ്മി. യെസ്, നിതിൻ അംബുജനാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.